ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചന ചിന്തയ്ക്കായിട്ട് കർത്താവ് ഒരു അവസരം തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ വിഷയത്തിൽ ഇത് മൂന്നാമത്തെ വീഡിയോ ആണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ദൈവവിഷയവുമായി സമ്പന്നനാകുന്നതെന്തും അല്ലെങ്കിൽ നീ സമ്പന്നനാകേണ്ടതിന് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതോടുള്ള ബന്ധം ലവോദിക്ക സഭയോട് കർത്താവ് പറഞ്ഞതിനുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളല്ലോ നാം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദൈവമക്കൾ വിശ്വാസി എന്ന് പറയുന്നവർ ദരിദ്രവാസികളായിരിക്കാനില്ല, കർത്താവിൽ സമ്പന്നരായി ധന്യരായി സംതൃപ്തരായി ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് ലോകത്തിലെ നശ്വരമായ സമ്പത്തല്ല എന്ന് രണ്ട് കാര്യങ്ങളോട് നാം ചിന്തിച്ചു. ഒന്ന്, വിശ്വാസത്തിൽ സമ്പന്നരാകുക. രണ്ട്, ക്രിസ്തുവിനെ അറിയുന്ന അറിവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനങ്ങൾ ഗുപ്തമായിരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്ന അറിവിൽ സമ്പന്നരാകുക. അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുമെന്നൊക്കെ നാം സവിസ്തരമായി ചിന്തിച്ചു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതിനായി കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം, അവൻ്റെ വചനത്തിൽ സമ്പന്നരാകുക. ഐശ്വര്യമായി അല്ലെങ്കിൽ റിച്ച്ലി, ഐശ്വര്യവും സമ്പത്തും എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിൽ അത് റിച്ച്ലി തന്നെയാണ്. ക്രിസ്തുവിൻ്റെ വചനം റിച്ച്ലി അല്ലെങ്കിൽ വചനത്തിൽ സമ്പന്നരാകുക. അതെങ്ങനെ? ദൈവവചനത്തിൽ. ഇന്ന് ഞാൻ സാധാരണ ചെറുപ്പക്കാരെയൊക്കെ പരിചയപ്പെട്ടാൽ അല്ലെങ്കിൽ എന്നോട് അടുത്ത് നിൽക്കുന്ന കൂട്ടായ്മകളിലെ ഒക്കെ പോയാൽ, സഭകൾ പോയാൽ വിശ്വാസികളോട് 2 ചോദ്യം ചോദിക്കും. അതിൽ നിന്ന് അത്യാവശ്യം ഒരു ആത്മീയ അന്തരീക്ഷം അല്ലെങ്കിൽ ആത്മീയ നിലവാരം മനസ്സിലാക്കും. ഒന്ന്, നീ എത്ര ദൈവവചനം വായിക്കുമോ? എത്ര സമയം ദൈവവചനമായി ചിലവഴിക്കും? പിള്ളേർ പറയും ഒരധ്യായം. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കും, 1-ാം സങ്കീർത്തനമാണോ അല്ലെങ്കിൽ 23-ആണോ അല്ലെങ്കിൽ 117-ആണോ എന്നൊക്കെ ചോദിക്കും. പിള്ളേരപ്പോൾ പറയും ഞാൻ ഇന്നടത്തുനിന്നാണ്. ചിലർ വലിയ അവരെ ഇതൊത്തോണം ഒരു തൃപ്തികരമായ മറുപടി പറയാത്തവരുമുണ്ട്. ചിലർ പറയും ഒരധ്യായം വായിക്കുന്നു, ചിലർ 2 വായിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ സമയം ചിലവഴിക്കുന്നുണ്ട്. ശരി, എത്ര സമയം പ്രാർത്ഥിക്കും? ചിലർ പറയും 5 മിനിറ്റ്, ചിലർ പറയും 10 മിനിറ്റ്, ചിലർ പറയും 1/4 മണിക്കൂർ, ചിലർ അരമണിക്കൂർ, ചിലരില്ല ഇതൊക്കെ പറയും. ഇത് പിള്ളേരുടെ മാത്രമല്ല, ഇന്നുള്ള വിശ്വാസികളുടെ പൊതുവിൽ കാണുന്ന കാര്യം. അതിനൊന്നും പലർക്കും സമയമില്ല. എല്ലാവരും പറഞ്ഞ സമയമില്ല മാസ്റ്റേ, ഒന്നിനും സമയമില്ലെന്ന്. എന്നാൽ ഞാൻ പറയും, അമേരിക്കൻ പ്രസിഡന്റിനും 24 മണിക്കൂർ, ദരിദ്രവാസിക്കും 24 മണിക്കൂർ, ഒരു തൊഴിലുമില്ലാത്തവനും 24 മണിക്കൂർ, വലിയ കമ്പനി ഉദ്യോഗസ്ഥനും 24. എല്ലാവർക്കും ഒരേപോലെ ആ സമയം ദൈവം തന്നിരിക്കുന്നത്. പക്ഷേ ആ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ക്രിസ്തുവിൻ്റെ വചനം എന്നിൽ ഐശ്വര്യമായി വസിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വചനമെന്നിൽ നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, അവൻ്റെ വചനത്തിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നത് അതെന്തായിരിക്കും? വചനം പഠിച്ച് പാണ്ഡിത്യം നേടുക, പുസ്തകങ്ങൾ എഴുതുക നല്ല കാര്യമാണ്. എളിയവനായി ഞാൻ ഇതുവരെയും പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടാനുള്ള പാണ്ഡിത്യം എനിക്കില്ല. ഞാൻ അത്രയൊന്നും വളർന്നിട്ടുമില്ല. അപ്പോൾ എന്താണ് വചനം ഐശ്വര്യമായി നമ്മൾ വസിക്കുക എന്നുള്ളത്? യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞു,
ഒന്നാമതിൽ കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യെരമ്യാ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം വചനത്തിൽ സമ്പന്നരാകുക. പഠിക്കുന്നത് വരെ, അറിവ് നേടുന്നത് വരെ, വചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നത് വരെ ദൈവ വചനത്തിൽ സമ്പന്നരാകുക. ഇന്നത് വളരെ കുറഞ്ഞ ഒരു കാലത്ത് ജീവിച്ചിരുന്ന വിശ്വാസികൾ. ഒന്നുമില്ലെങ്കിലും വചനത്തിൽ നിറഞ്ഞിരിക്കുന്ന അനുഭവം കാണാം അവരുമായിട്ട് അടുത്താൽ. അപ്പോൾ വചനം ജഡമായിത്തീരുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നാം നിറയപ്പെടുക, വചനത്താൽ നിറയപ്പെടുക. 119 സംഗീതത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിൻ്റെ ന്യായപ്രമാണം എനിക്ക് ഉത്തമം. ഞാൻ സകല സമ്പത്തിലും എന്ന പോലെ നിൻ്റെ കൽപ്പൻ്റെ പാതയിൽ ആനന്ദിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ സംഗീതത്തിൻ്റെ പ്രത്യേകത ദൈവവചനത്തെ മൂല്യത്തെക്കുറിച്ച് കൂടുതൽ 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 അത് മിക്കവാറും വാക്യങ്ങൾ കാണാം. വചനത്തെ സ്നേഹിച്ച്, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് അതിൻ്റെ പുഷ്ടി പ്രാപിക്കുന്ന അനുഭവം വിശ്വാസിയുടെ ജീവിതത്തിൽ വേണം. ദൈവവചനത്താൽ നിറയപ്പെടുക. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തെ മറ്റെന്തിനേക്കാളും ദൈവവചനത്തെ മുൻതൂക്കം കൊടുക്കുക. വചനത്തിൽ എന്തുണ്ടോ അതുപോലെ ജീവിക്കുക. വചനത്തിൽ വേരൂന്നുക. യോശുവയോട് ദൈവം പറഞ്ഞു, എൻ്റെ ദാസനായ മോശ മരിച്ചു, എന്നാൽ നിനക്ക് എല്ലായിടത്തും ശുഭമായിരിക്കേണ്ടതിന് നീ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീ കൃതാർത്ഥനാകണം. നിനക്ക് ശുഭത വരണം. അത് വരണമെങ്കിൽ തന്ന ന്യായപ്രമാണം വിട്ട് നീ ഇടത്തോട്ടും മാറരുത്, വലത്തോട്ടും മാറരുത്. അപ്പോൾ ദൈവവചനമായിരിക്കണം. അതാണല്ലോ വീണ്ടും 119 സംഗീതം തന്നെ കാണുന്നത്. നിൻ്റെ വചനം എൻ്റെ കാലിലെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. എൻ്റെ ആരംഭഭാഗത്ത് കാണാം, ബാല്യം നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം എന്നെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. 1 സംഗീതം പറയുന്നത്, പുരുഷന്മാർ ആലോചന പ്രാണം നടക്കാതെ, പാപ്പിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് അവൻ ആറ്റിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, അല്ലെങ്കിൽ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം വിശ്വാസത്തിൽ നാം സമ്പന്നരായാൽ, ക്രിസ്തുവിനെ അറിയുന്ന അറിവിൽ സമ്പന്നരാകും തോറും അവൻ്റെ വചനത്തിലും നാം സമ്പന്നരാകും. ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ഐശ്വര്യമായി സമൃദ്ധിയായി അതിൻ്റെ സമ്പത്ത് വെളിപ്പെടും. വചനത്താൽ നിറയപ്പെടും. വചനത്തിൽ നാം വേരുന്നു, വചനത്തിൽ നാം ഉറയ്ക്കും. ഇന്ന് ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലിഞ്ഞൊരുന്ന ശിശുക്കൾ പോലെ ഒന്നിലും ഒരു വ്യക്തതയില്ലാത്ത ധാരാളം ആളുകളെ ആത്മീയ മണ്ഡലത്തിൽ കാണാം. ദരിദ്രരാ, അവർ ദരിദ്രരാ. ദൈവവിഷയമായി അവർ സമ്പന്നരായിട്ടില്ല. അപ്പോൾ ദൈവവചനം മറ്റെന്തിനേക്കാളും നിലനിൽക്കുന്ന നിത്യമായ ശാശ്വതമായ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത ദൈവവചനത്തിൽ നാം സമ്പന്നരാണ്. അതിൽ ഉറയ്ക്കണം. വചനത്തിൽ സ്ഥിരപ്പെടണം.
മാത്രമല്ല വചനത്താൽ നിറയപ്പെടണം. അതിൻ്റെ ഫലമായിട്ടോ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നമ്മൾ വസിച്ചാൽ എന്തായിരിക്കും ഫലം? ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ കൂടെ വെളിപ്പെടും. ദൈവിക ജ്ഞാനം, ദൈവികമായ ജ്ഞാനത്തോടെ ദൈവികമായ ജ്ഞാനം നമ്മൾ വെളിപ്പെടും. വിദ്യാഭ്യാസത്തിൻ്റെയോ ലോകപ്രകാരമായ അറിവിൻ്റെയോ ലോകപ്രകാരമായ പഠിപ്പിൻ്റെയോ വെളിച്ചത്തിലല്ല ദൈവജ്ഞാനം നമ്മൾ വെളിപ്പെടും. അവിടെ ഇരിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ, ഉപദേശിക്കുവാൻ, ജീവിതാനുഭവം, സ്വന്തം അനുഭവം കൊണ്ടാവും നാം പ്രാപ്തരാകും. സ്തോത്രം. മാത്രമല്ല വചനത്തിൻ്റെ തേജസ് നമ്മിൽ നിറയും. കർത്താവിനെ കുറിച്ച് പറഞ്ഞല്ലോ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. വചനം നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, ദൈവ വചനത്താൽ നടത്തപ്പെടുമ്പോൾ, ദൈവവചനത്തിൽ നാം അധിഷ്ഠിതരാകുമ്പോൾ, ഇളകാതെ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ തേജസ് നമ്മിൽ വെളിപ്പെടും. പാപത്തിൻ്റെ മേൽ ജയമുണ്ടാകും, ലോകത്തിന് മേൽ ജയമുണ്ടാകും. അന്ധകാര ശക്തികളെ ജയിപ്പാൻ ആത്മാവിൽ നമുക്ക് സാധിക്കും. വചനത്തിൽ സമ്പന്നരാകും. മാത്രമല്ല ഈ നമ്മുടെ ഉൾനാട്ട വചനം, യാക്കോബ് പറയുന്നേ, യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്, ഉൾനാട്ട വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും ആത്മാക്കളെ രക്ഷിപ്പാൻ പ്രാപ്തമായതും ഉൾനാട്ടതുമായ വചനം. ദൈവവചനത്തെ പാനം ചെയ്ത് അതിനെ നിരന്തരം അതിനെ ധ്യാനിച്ച് അതിൽ ആമഗ്നരായി അതിൽ ഉറ്റിരുന്നാൽ നമ്മുടെ ജീവിതത്തെ തീർച്ചയായും രൂപാന്തരപ്പെടുത്തിയിരിക്കും. ദൈവത്തെ വെളിപ്പെടുന്ന മാത്രമല്ല, അത് നമ്മെ രൂപാന്തരപ്പെടുത്തും. അയ്യോ, ആ ആത്മീയ ഭക്ഷണം, ആത്മീയ മന്ന നമ്മുടെ ഉള്ളിൽ ചെല്ലുന്തോറും അതിൽ നാം പ്രാധാന്യം കൊടുക്കും തോറും അത് മറ്റെന്തിനേക്കാളും വലുതായി നാം എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്. പണ്ട് കംബോഡിയയിൽ ഒരു കുട്ടിയെ വെടിയേറ്റ് മരിച്ച സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. അതാണ് എൻ്റെ പ്രാണനാഥൻ്റെ പ്രേമലേഖനം. അതിൽ തുപ്പിയതെല്ലാം തുടച്ച് അതിനെ അവൾ നെഞ്ചോട് ചേർത്തപ്പോൾ അവൾക്ക് വെടിയേറ്റ് മരിക്കേണ്ടി വന്നു. പക്ഷേ ഇത് ആരുടേതാണ്? ഇത് എന്താണ്? ഇതിൻ്റെ വൈശിഷ്ട്യം എന്താണ് എന്ന ബോധം ഇന്നില്ലല്ലോ. ആഴ്ചയിലൊരിക്കൽ പോലും ദൈവവചനം ധ്യാനിക്കാത്ത, ദൈവവചനത്തെ അവഗണിക്കുന്ന, ദൈവവചനത്തെ തുച്ഛീകരിക്കുന്ന ഒരു സമൂഹമായി ആത്മീയ മണ്ഡലത്തിൽ വളർന്നു വരുന്നു. അവർക്ക് വചനമൊന്നും പ്രശ്നമില്ല, വചനം പ്രശ്നമല്ല, ഉപദേശവും പ്രശ്നമല്ല, വചനത്തിൻ്റെ ഉൾക്കാഴ്ചയും അവർക്ക് ആവശ്യമില്ല. അതില്ലാതെ തന്നെ സ്വർഗത്തിൽ പോകാം. ഇന്നെല്ലാവരും സ്വർഗത്തിൽ പോകാനായിരിക്കുന്നേ. പണ്ടൊരു ദൈവാസം പ്രാർത്ഥിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചെന്ന ഒരു കർത്താവിൻ്റെ ദിവസം പ്രസംഗിച്ച് ഞങ്ങൾ ഒരു നല്ല വേദപണ്ഡിതൻ, ഒരു വേദാധ്യാപകൻ ഇങ്ങനെ തൻ്റെ പ്രസംഗമധ്യേ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു: കർത്താവേ, സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ സേവിക്കുന്നതെങ്കിൽ എന്നെ അങ്ങോട്ട് കയറ്റരുതേ. നരകത്തെ പിടിച്ചാണ് ഞാൻ നിന്നെ സേവിക്കുന്നെങ്കിൽ എന്നെ അങ്ങോട്ട് അയക്കണമേ, അങ്ങോട്ട് നരകത്തിലേക്ക് അയക്കണമേ. കർത്താവെ, നിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നീ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുത്തണമേ. ഇന്നെല്ലാവരും സ്വർഗത്തിൽ പോകാനല്ലേ പാടുപെടുന്നത്. ഒരിക്കലും ഒരാളിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് അയച്ചു നരകത്തിൽ പോകാനാ തീരുമാനിക്കുന്നത്, പോകാൻ നിങ്ങൾ തയ്യാറാണോ? യേശുവില്ലാത്ത സ്വർഗം കൊണ്ട് എന്താ പ്രയോജനം? സാക്ഷാൽ വചനമായവൻ നമുക്ക് തന്നിരിക്കുന്ന ലോകത്തിലേക്ക് അമൂല്യമായതാണ് അവൻ്റെ വചനം. ആ വചനത്തെ ധ്യാനിപ്പാൻ, ആ വചനത്താൽ നിറയപ്പെടുവാൻ, ആ വചനത്തിന് ഉൾക്കാഴ്ച പ്രാപിപ്പാൻ, ആ വചനത്തിൽ നിലനിൽക്കുവാൻ, ആ വചനത്താൽ പൂരിതരാകുവാൻ, ആത്മാവിൻ്റെ ഭക്ഷണമായ ആ വചനത്താൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ, ആ വചനത്തിൻ്റെ തേജസ് വ്യാപരിപ്പാൻ,
ആ വചനത്താൽ നാം രൂപാന്തരപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ആത്മീയമായി നാം ദരിദ്രരാണ്. ശ്രദ്ധിക്കുക, അവൻ്റെ വചനത്തിൽ നാം സമ്പന്നരാണ്. അവൻ്റെ വചനത്തെ മുഖ്യമായി എണ്ണുന്നു. മറ്റെന്തിനേക്കാളും വലുതായി, മറ്റ് പുസ്തകങ്ങളെക്കാൾ, ഫേസ്ബുക്കിനേക്കാൾ. ഇന്നതാണല്ലോ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് സോഷ്യൽ മീഡിയ, അതിൻ്റെ പിന്നാലെ മണിക്കൂറുകൾ ചെലവഴിക്കും. ദൈവവചനത്തിന് മുൻപിൽ 5 മിനിറ്റ് ചെലവഴിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല. സ്വർഗത്തിൽ പോകാൻ തയ്യാറായിരിക്കല്ലേ? ആത്മാവിൽ ദരിദ്രരായി, നികൃഷ്ടരായി, നിർഭാഗ്യരായി കാണപ്പെടുന്നു. എന്നാൽ വചനത്തിൽ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ സമ്പന്നരാകുക. ഏത് പ്രശ്നത്തിലും ഏത് പ്രതിസന്ധിയിലും എപ്പോഴും നമ്മളെ കാക്കുവാൻ അത് പര്യാപ്തമാണ്. അത് ദൈവമാണ്. ആകയാൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ഐശ്വര്യമായി വസിക്കുന്നു. നമ്മൾ സമൃദ്ധിയായി, നമ്മുടെ ധനമായി ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. അത് നമ്മെ ഉപദേശിക്കുന്നു, അത് നമ്മെ വഴി നടത്തുന്നു, അത് നമ്മെ തൻ്റെ മഹിമ കൊണ്ട് നിറയ്ക്കുന്നു, അത് നമ്മെ രൂപാന്തരപ്പെടുന്നു. ഞാൻ ഒരു കാര്യം കൂടെ തറപ്പിച്ച് പറയുന്നു, വചനം വിട്ട കർത്താവ്, അവൻ പറഞ്ഞ വചനം വിട്ട ദൈവം ഒരു സൗജന്യവും തരത്തില്ല. ദൈവം എന്തൊക്കെ അരുളി ചെയ്തിട്ടുണ്ടോ, തൻ്റെ വചനത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ, ആ വചനത്തെ ആശ്രയിച്ച് അത് പാലനം ചെയ്ത് അതിൽ സമ്പന്നരായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാം. മാത്രമല്ല, ഞാൻ അല്പം കൂടെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങട്ടെ. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം 17 മുതൽ വായിക്കാം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. വിശ്വാസത്തിൽ സമ്പന്നർ, ക്രിസ്തുവിനെ അറിയുന്ന അറിവിൽ സമ്പന്നർ, അവൻ്റെ വചനത്തിൽ സമ്പന്നർ. അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, സൽപ്രവൃത്തികളിൽ സമ്പന്നർ. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, ധനം വരുമ്പോൾ അത് ഇങ്ങനെ തങ്ങി നിൽക്കത്തില്ല. ദേവാസന്മാർ പറയുന്ന പോലെ, മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. ധനം ഒരു നല്ല ഭൃത്യനാണ്, പക്ഷേ ക്രൂരനായ യജമാനാണ്. അപ്പോൾ അതിലല്ല, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലവും നമുക്ക് ധാരാളമായി തരുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം. അത് തീത്തോസിൻ്റെ ലേഖനത്തിൽ കുറച്ചുകൂടെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത് എന്തിന്? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി. അതിൻ്റെ 3-ാം അധ്യായത്തിന് 1-ാം വാക്യം, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും. പിന്നെ അതിൻ്റെ 8-ാം വാക്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. 14-ാം വാക്യം, നമുക്കുള്ളവരും 3-ാമത്തേതിൻ്റെ 14-ാം വാക്യം തീത്തോസ്, നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുൻപരായിരിക്കാൻ പഠിക്കട്ടെ. അപ്പോൾ സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള, സൽപ്രവൃത്തികൾ സമ്പന്നർ. ക്രിസ്തീയ ജീവിതത്തിൽ
കർത്താവിനെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ്, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ്, എനിക്ക് പാസ്പോർട്ടും വിസയും അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനവും പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പാസ്പോർട്ടും വിസയും സംഘടിപ്പിച്ച് ഇപ്പോൾ പറക്കാനിരിക്കാൻ ധരിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ദൈവവചനം പറയുന്നു സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ഇനി വേറൊരു കാര്യമുണ്ട് ആ ബന്ധത്തിൽ. സൽപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം കൂടെ വേണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. സൽപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ നല്ല പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ നല്ല സ്വഭാവം ഉണ്ടാകണം. കാര്യം സ്വർഗീയ പിതാവ് അതാണ്. സ്വർഗീയ പിതാവിന് നല്ല സ്വഭാവമേ ഉള്ളൂ, സൽഗുണമേ ഉള്ളൂ. അപ്പോൾ ദൈവജനം രക്ഷിക്കപ്പെടുന്നു പറയുന്നവർ സൽഗുണപൂർണരായിരിക്കണം. എങ്കിലേ അവിടെ നിന്ന് നല്ല പ്രവൃത്തി വരത്തുള്ളൂ. നമ്മുടെ ചിന്ത, നമ്മുടെ വിചാരം, നമ്മുടെ ആഗ്രഹം എല്ലാം സൽഗുണത്തിൽ ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നല്ലതിൽ നിന്നാണെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്നതെല്ലാം നല്ലതുമായിരിക്കും. സകല മനുഷ്യർക്കും നന്മ ചെയ്യുന്ന, സകല മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന, സകല മനുഷ്യരെയും താങ്ങുന്ന, സകല മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വേറൊരു കാര്യം ശ്രദ്ധിക്കാം. പിന്നെ ഇന്നത്തെ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ഞാൻ പഠിച്ച ചില പാഠങ്ങളുണ്ട്, ആത്മീയമായി പഠിച്ച പാഠങ്ങൾ. 3 മനുഷ്യൻ്റെ ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, താരതമ്യത്തിന് 3 അളവുണ്ടല്ലോ. നല്ലത്, കൂടുതൽ നല്ലത്, നല്ലത്, അധികം നല്ലത്, ഏറ്റവും നല്ലത്. അപ്പോൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഇതുപോലെ ആത്മീയ സ്വഭാവത്തിലും അങ്ങനെയുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യം പറയാം. ഇങ്ങോട്ട് നല്ലത് ചെയ്താൽ അങ്ങോട്ടും നല്ലത് ചെയ്യും, അല്ലെങ്കിൽ നന്മയ്ക്ക് നന്മ, തിന്മയ്ക്ക് തിന്മ. അത് മനുഷ്യ സ്വഭാവമാണ്. മനുഷ്യൻ്റെ സ്വഭാവം നന്മയ്ക്ക് നന്മ. ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടില്ലയോ അങ്ങോട്ടും ഇല്ല. ആ സ്വഭാവമുണ്ട്. ഇനി വേറെ ഒന്നുണ്ട്. എന്ത് ചെയ്താലും, എത്ര നല്ലത് ചെയ്താലും അതേ ചെയ്യുള്ളൂ. ഇങ്ങോട്ട് എത്ര നന്മ ചെയ്താലും അങ്ങോട്ട് എൻ്റെ കയ്യിൽ നിന്ന് തിന്മയേ ഉള്ളൂ. അതൊന്ന് എത്ര ആയാലും ശരി തിന്മയെ ചെയ്യുള്ളൂ. നന്മയ്ക്ക് തിന്മ ചെയ്യുന്ന സ്വഭാവം അതാരെന്നറിയോ? സാത്താന്യ സ്വഭാവം, ഡെവിലിഷ്. ആര് നന്മ ചെയ്താലും ചില ആളുകളും തിന്മയെ വരത്തുള്ളൂ. അത് സാത്താന്യ സ്വഭാവം. ഇനി തിന്മയ്ക്ക് നന്മ ചെയ്യുക, തിന്മയ്ക്ക് നന്മ ചെയ്യുക, അത് ദൈവ സ്വഭാവം. എന്ത് തിന്മ ലോകം ചെയ്താലും, എന്ത് തിന്മ ആര് ചെയ്താലും അവർക്ക് നന്മ ചെയ്യുക. ഇങ്ങനെ 3 നിലവാരത്തിൽ മനുഷ്യ സ്വഭാവമുണ്ട്. ആ ദൈവമക്കളെങ്കിൽ സൽപ്രവൃത്തികളിൽ അല്ലെങ്കിൽ സൽഗുണ സമ്പന്നരായിരിക്കുന്നെങ്കിൽ, സൽഗുണപൂർണരെങ്കിൽ സ്വർഗീയ പിതാവിനെ പോലെ അവനിൽ നിന്ന് ജനിച്ചവർക്ക് ദുർഗുണമില്ല, സൽഗുണമേ ഉള്ളൂ. അപ്പൻ്റെ സ്വഭാവം മക്കളിൽ കാണുമല്ലോ. അങ്ങനെയെങ്കിൽ സൽഗുണ സമ്പന്നായ സൽഗുണപൂർണനായ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നവർ സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരിക്കണം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കാമെന്ന് ദൈവവചനം പറയുന്നു. പകരത്തിന് പകരം ചെയ്യുന്ന സ്വഭാവം കളഞ്ഞ്, നന്മയ്ക്ക് തിന്മ ചെയ്യുന്ന സ്വഭാവം കളഞ്ഞ്, എന്ത് തിന്മ ചെയ്താലും നന്മ മാത്രം ചെയ്യുന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നാം ധന്യരായി. ക്രിസ്തീയ വിശ്വാസത്തിൽ വാഗണ്ട് മാത്രം പറയുന്നതല്ല വിശ്വാസം, പ്രവൃത്തി. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളേക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തി സംസാരിക്കുന്നു. നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നാം ദൈവസ്നേഹത്തെക്കുറിച്ച് പറയും, ഇവിടെ തൊട്ടു വെച്ചിട്ടില്ല. നാം വിശുദ്ധിയെക്കുറിച്ച് പറയും,
ഇവിടെ തൊട്ടു തയ്ച്ചിട്ടില്ല. നാം ഭക്തിയെക്കുറിച്ച് പറയും, ഇവിടെ ഭക്തിയെ തൊട്ടു തയ്ച്ചിട്ടില്ല. നാം മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയും, സ്വന്തം കയ്യിൽ നിന്ന് അനങ്ങത്തില്ല. ഇനി സഹായത്തിലും കൈയിട്ട് വരുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. ഇതൊന്നും ദിവ്യ സ്വഭാവത്തിൻ്റെ ഭാഗമല്ല. നമ്മളെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകാനാണ് വിളിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നാമും സമ്പന്നരാകണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം. വാചകമടി മാത്രമല്ല ക്രിസ്തീയ ജീവിതം. പങ്കുവെക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, താങ്ങുന്ന, ഉത്തേജിപ്പിക്കുന്ന, വളർത്തുന്ന, ഉയർത്തുന്ന അനുഭവമായിരിക്കണം നമ്മളിൽ നിന്ന് വരേണ്ടത്. അപ്പോൾ വിശ്വാസത്തിൽ സമ്പന്നരായി, ക്രിസ്തുവിനെ അറിയുന്ന അറിവിൽ സമ്പന്നരായി, ദൈവവചനത്തിൽ സമ്പന്നരായി, സൽപ്രവൃത്തികൾ സമ്പന്നരായി നാം തീരണം എന്നത്രേ ദൈവം. അപ്പോൾ ഇനി ലവോദിക്ക സഭയുടെ അനുഭവത്തിലേക്കൊന്ന് വരാം. നീ സമ്പന്നനാകേണ്ടതിന് എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ അവർ ദരിദ്രവാസികളായിരുന്നർത്ഥം. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ സമ്പന്നനാകേണ്ടതിന്, നീ ദരിദ്രനാണ്, നിർഭാഗ്യനാണ്, നീ സമ്പന്നനാകേണ്ടതിന് എന്ത് ചെയ്യണം? തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങണം. അവിടെ 3 സാധനം വിലയ്ക്ക് വാങ്ങണം എന്ന് പറയുന്നു. ഇതെന്താ ഇങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ ഇപ്പോൾ പറയുന്നത്? ഒരു കാലത്ത് എല്ലാം സൗജന്യമായി തന്നതാ. അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ, വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ, അങ്ങൻ്റെ ഭാഗത്ത് വന്നപ്പോൾ ഇതെല്ലാം കർത്താവ് സൗജന്യമായി തന്നതാ. നമ്മെ പുതിയ സൃഷ്ടിയാക്കി ദൈവിക മർമ്മങ്ങൾ നമുക്ക് തന്നതാ. അത് ഇടക്കാലത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി, സമ്പത്തെല്ലാം കളഞ്ഞു കുടിച്ചു. ഇനി അങ്ങനെ തരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല, വില കൊടുത്തേ പറ്റുള്ളൂ. തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, അല്ലെങ്കിൽ പരിശോധനയാൽ ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസം, ടെസ്റ്റഡ് ഫെയ്ത്ത്, അതിന് വില കൊടുത്തേ പറ്റുള്ളൂ. കാശും പണമൊന്നുമല്ല. ശരിക്ക് ജീവിതത്തിൽ ശരിയായ മടങ്ങി വരവുണ്ടാകണം, ശരിയായ മാനസാന്തരം ഉണ്ടാകണം. അല്ലാതെ രൂപ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുകയില്ല, അതിന് വില കൊടുക്കേണ്ടി വരും. ശരിയായ അവസ്ഥയിൽ പലതും വിട്ടൊഴിയേണ്ടി വരും. നീ ആത്മീയമായി ദരിദ്രനായത്, ലവോദിക്ക സഭയുടെ ദൈവം പറയുക, എൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിന്റെ കുഴപ്പം കൊണ്ടാ. അപ്പോൾ നീ ഇനി വില കൊടുക്കണം. തീയിൽ ഊതിക്കഴിച്ച പൊന്നെ, നിന്റെ നഗ്നതയുടെ ലജ്ജ അത് മറയ്ക്കാൻ വെള്ളയെടുപ്പ് വാങ്ങിച്ചോണം, അതിനും വില കൊടുക്കണം. വിശുദ്ധി ഏത് ഭാഗത്തൊക്കെ നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ നീതി നിന്നിൽ എങ്ങനെ നഷ്ടപ്പെട്ടു, അത് കണ്ടുപിടിച്ച് ശരിക്ക് വില കരഞ്ഞേ പറ്റുള്ളൂ, മാനസാന്തരപ്പെട്ടേ പറ്റുള്ളൂ, യഥാസ്ഥാനപ്പെട്ടേ പറ്റുള്ളൂ. അതല്ല കണ്ണിലെഴുതാൻ ലവോദിക്ക ഒരു ഐസാൽവിന് ആ ലേപത്തിന് പ്രസിദ്ധമായിരുന്നല്ലോ. ലവോദിക്ക പ്രദേശം ഒരു പ്രത്യേക നയന ലേപത്തിന് പ്രസിദ്ധമായിരുന്നു. അവർക്ക് മനസ്സിലായി, നിന്റെ കണ്ണിൽ എഴുതാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം നിനക്കുണ്ടാകണം. നിന്റെ കാഴ്ച മങ്ങിക്കിടക്കുക, കണ്ണ് കാണുന്നില്ല, ഒന്നും കാണാൻ വയ്യ, ദൈവത്തുള്ള ഒന്നും കാണാൻ വയ്യ, സ്വർഗീയമായതൊന്നും കാണാൻ വയ്യ. നിന്റെ കണ്ണിന് മരുന്നൊഴിക്കണം, അതിനും വില കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ സമ്പന്നനായ കർത്താവ് നമ്മളെ സമ്പന്നരാക്കാൻ എല്ലാം തന്നിട്ട് അതിൽ പലതും നാം കളഞ്ഞു കുളിച്ചെങ്കിൽ ആഴമായി മനസാന്തരപ്പെട്ട് വീഴേണ്ടത് വിട്ട് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ശുദ്ധീകരണം പ്രാപിച്ച് അവൻ്റെ പാദത്തിൽ വരുമ്പോൾ നാം അവനിൽ സമ്പന്നരാകും. അതിന് വില കൊടുത്തേ പറ്റുള്ളൂ, കരഞ്ഞേ പറ്റുള്ളൂ, യഥാസ്ഥാനപ്പെട്ടേ പറ്റുള്ളൂ, അനുതാപം ഉണ്ടായേ പറ്റുള്ളൂ. യാക്കോബ് പറയുന്നുണ്ടല്ലോ, 4-ാം അധ്യായത്തിൽ യാക്കോബ് 4-ൽ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവത്തിനോട് അടുക്കുവീൻ, ദൈവത്തോട് അടുപ്പീൻ, കർത്താവിന് സ്ഥലം താഴുവീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്ന
കർത്താവ് പത്രോസിനൊരിക്കൽ സംഭവിച്ചല്ലോ, ഒരു നിസ്സാര ചെറുതൊന്നും അല്ല, വലിയ കാര്യം തന്നെ. പക്ഷേ ദൈവസന്നിധിയിൽ അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞു. ഇതുപോലെ ജീവിതത്തിലെ കർത്താവിനെ വിട്ട ആത്മീയ ദാരിദ്ര്യത്തിന് കാരണമായ സംഭവങ്ങളെ ഓർത്തോർത്ത് കരഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ സമ്പത്ത് വീണ്ടും അനുഭവിക്കാം. ദൈവമായ കർത്താവ് അത് നമ്മെ സഹായിക്കട്ടെ. ദരിദ്രവാസികളായിരിക്കാനില്ല, ആത്മീയമായി ഇല്ലാത്തവരായിരിക്കാനില്ല, സ്വർഗീയ ധനത്താൽ നിറഞ്ഞ അത് അനുഭവിച്ച വേണ്ടതുപോലെ സംതൃപ്തരായി, ദൈവത്തിൻ്റെ വിശുദ്ധരായി, ദൈവത്തിൻ്റെ വീരന്മാരായി, ദൈവത്തിൻ്റെ ചൈതന്യപൂർണനായി, ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തുന്ന ജീവിക്കുന്ന ക്രിസ്തുക്കളായി നാം മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ നിലവാരം. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്റ്റാൻഡേർഡ് കർത്താവാണ്. അവൻ്റെ നമ്മൾക്ക് ഇതുവരെ ക്രിസ്തു എന്ന തലയോളം അവൻ്റെ നിറവിനോളം നിറഞ്ഞ് പോകുവാൻ കർത്താവ്, മുന്നോട്ട് പോകുവാൻ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് സ്വർഗത്തിൽ ചെന്നിട്ട് പ്രാപിക്കുന്ന കാര്യമല്ല, ഇവിടെ വച്ച്, ഈ ലോകത്തിൽ വച്ച്, ഈ നാളുകൾ ജീവിച്ചിരിക്കുന്ന നാളുകൾ നാം അനുഭവിക്കാൻ നാം സമ്പന്നരായി, സമ്പത്ത്, സ്വർഗീയ സമ്പത്ത് അനുഭവിച്ച്, അഴിയാത്ത സമ്പത്ത് അനുഭവിച്ച് കർത്താവിൽ നിന്ന് ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. കർത്താവെ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി എനിക്ക് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ സമ്പത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് അല്പമായി ചിന്തിപ്പാൻ ഇടയായല്ലോ. ഈ വീഡിയോകളിലെല്ലാം കർത്താവെ അതിനെക്കുറിച്ച് അല്പമായി സംസാരിപ്പാൻ ഇടയായി. അങ്ങയുടെ ജനത്തോടും ഇടപെടണമേ. ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സമ്പന്നരോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് സ്വർഗീയ സമ്പത്ത് പ്രാപിച്ച് അത് അനുഭവിച്ച് അതിൽ തൃപ്തരായി, സംതൃപ്തിയോടെ, നിറഞ്ഞവരായി, ഉന്നതരായി, ധന്യരായി ജീവിപ്പാൻ ദൈവം സഹായിക്കുമാറാണമേ. ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യാത്ര കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.